നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻവയൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് റോൾ ഓഫ് ബിസിനസ്സാണ്. അതിൽ ആദ്യം വരുന്നത് എയർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ അന്തരീക്ഷത്തിനെ നമുക്കും ദോഷകരമായിട്ട് ഉള്ള അങ്ങനത്തെ ഒരു എയറിനെയാണ് നമ്മൾ എയർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അഴുക്ക്, മലിനമായത് എന്നുള്ള അർത്ഥമാണ്. ഇനി ഈ എയർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, വണ്ടിയിൽ നിന്ന് വരുന്ന പുക. നമ്മൾ പോലത്തെ വണ്ടിയൊക്കെ നമ്മൾ പെട്രോളും ഡീസലും കൊണ്ടൊക്കെയാണ് അത് വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ എന്തായാലും പുക പുറത്തോട്ട് വരും. പിന്നെ രണ്ടാമത്തത്, ഈ പുകയൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കലി പോകുന്ന അന്തരീക്ഷത്തിലാണ്. പിന്നെ ഈ ഫാക്ടറികൾ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ഫാക്ടറികൾ, മാനുഫാക്ചർ ചെയ്യുന്ന ഇൻഡസ്ട്രീസ്, അവരും എന്തായാലും ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കും പുക പുറത്തോട്ട്. ആറ്റോമിക് പ്ലാന്റ്സിൽ നിന്ന് വരുന്ന ഗ്യാസസ്. ഇനി ഇമ്പാക്റ്റ് ഓഫ് എയർ പൊല്യൂഷനാണ്. ഈ എയർ പൊല്യൂഷൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇത് നമ്മളുടെ ലങ്സിനെ, ബോഡീനെ നന്നായിട്ട് ബാധിക്കും. കാരണം നമ്മളുടെ ബോഡിയിൽ നമുക്ക് വേണ്ടത് ഓക്സിജനാണ്, നമുക്ക് ജീവിക്കാൻ വേണ്ടത് ഓക്സിജനാണ്. അതിന് പുറമെ ഈ മലിനമായ ഗ്യാസും അല്ലെങ്കിൽ എയർ ഒക്കെ നമ്മളുടെ ശ്വാസകോശത്തിലോട്ടും ലങ്സിലോട്ടും ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറെ വല്ല അസുഖങ്ങൾ വരും. ഓക്കെ, അതുപോലെ തന്നെ ഇത് അന്തരീക്ഷത്തിൽ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഇത് ഭൂമിയിലോട്ടാണ് വരുന്നത്. അപ്പം നമ്മളിത് കൊള്ളുമ്പോൾ നമുക്ക് വേറെ അസുഖങ്ങൾ വരും. പിന്നെ ഓസോൺ ലെയർ, നമ്മളുടെ അന്തരീക്ഷത്തിൽ ഒരു ഓസോൺ ലെയർ ഉണ്ട്. അത് സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് റേസ് ഭൂമിയിലോട്ട് എത്താതെ സംരക്ഷിക്കലാണ് അതിൻ്റെ ജോലി. അതിൽ വിള്ളലും തുളയും ഒക്കെ വരാൻ തുടങ്ങും. ഓക്കെ, ഇനി അടുത്തത് വാട്ടർ പൊല്യൂഷനാണ്. എയർ പൊല്യൂഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വാട്ടർ. എയർ എന്ന് പറഞ്ഞാൽ അന്തരീക്ഷത്തിലുള്ള മലിനമായ ഗ്യാസും ഒക്കെയാണ് എയർ പൊല്യൂഷൻ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിലുള്ള മലിനമായ വസ്തുക്കൾ. അത് ഈ ഫാക്ടറിയിൽ നിന്നും അവർ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ അവർ വെള്ളത്തിലോട്ടാണ് കളയുന്നത്. ഓക്കെ, പിന്നെ സീവേജ് സിസ്റ്റം ഒക്കെ, നമ്മൾ ഡ്രെയിനേജ് സീവേജ് സിസ്റ്റം ഒക്കെ ബ്ലോക്ക് ആവും. ഓക്കെ, വെള്ളം കെട്ടി വന്ന് അത് ഓവർഫ്ലോ ആയിട്ട് തൊട്ടടുത്ത സമീപത്തുള്ള വീടുകളിലും ഒക്കെയാണ് അത് പോകുന്നത്. ഓക്കെ, കൾട്ടിവേഷൻ, അതായത് ഈ കൃഷിന് വേണ്ടി നമ്മളിപ്പോൾ ഒരുപാട് പെട്ടെന്ന് ചെടികൾ വളരാനും കായ്ക്കാനും ഒക്കെ നമ്മൾ ഒരുപാട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ വന്ന് വീഴുന്നത് ഈ ഒരു എന്താ പറയുക, വെള്ളത്തിലാണ്. അപ്പോൾ അത് കൂടുതൽ വെള്ളം നാശമാക്കും. അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികൾ, അതായത് മീനും വേറെ ചെറിയ ചെറിയ ചെടികളും ഒക്കെ നശിച്ചങ്ങ് പോകും.